എൻ്റെ സഹോദരങ്ങളെ, ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും വളരെ നിർണായകമായ ഒരു തലമുറയിലാണ് നമ്മളായിരിക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ നാം എന്താണ് കാണുന്നത്? അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ. ദൈവവചനം ഇത്ര ശക്തമായി നമ്മൾ പ്രഘോഷിക്കണം. ഈ തലമുറയെ കർത്താവിൻ്റെ രക്ഷയിലേക്ക് നയിക്കേണ്ടതിൻ്റെ അത്യാവശ്യകത, അർജൻസിയാണ് ഇതിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ നാളുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു. 2000 വർഷമായി സഭയുടെ വലിയ വിശ്വാസമാണ് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്, രണ്ടാം വരവ്. ആദിമസഭ ഈ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിച്ച സഭയായിരുന്നു. ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങളിലും വേദനകളിലും കഷ്ടതകളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ പ്രത്യാശയോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ ഒരു പ്രത്യാശയാണ്. കർത്താവേ വരണമേ, മാറാനാത്ത മാറാനാത്ത. ആദിമസഭ അവർ നേരിട്ട കൊടിയ പീഡനങ്ങളിലും ദുരിതങ്ങളിലും അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. കർത്താവേ വരണമേ, മാറാനാത്ത ആദിമസഭയുടെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു. കർത്താവേ വരണമേ. ഈ നാളുകളിൽ ഞാനും നിങ്ങളും തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രത്യാശയിൽ വേണം നമ്മൾ വളരുവാൻ. ലോകം തരുന്ന നശ്വരമായ പ്രത്യാശയിലല്ല നമ്മൾ വളരേണ്ടത്. കർത്താവ് നമുക്ക് നൽകുന്ന അനശ്വരമായ പ്രത്യാശയിൽ ദിനംതോറും നമ്മൾ സമൃദ്ധി പ്രാപിക്കണം. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. എത്ര ശക്തമായൊരു വചനമാണിത്. ദൈവജനം സമൃദ്ധി പ്രാപിക്കേണ്ടത് പ്രത്യാശയിലാണ്. നമുക്ക് നൽകപ്പെട്ട ദൈവിക പുണ്യങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ പുണ്യമാണ് പ്രത്യാശ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രത്യാശയിൽ നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുക. പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതൽ പ്രത്യാശയുള്ളവനായിരിക്കും, പ്രത്യാശയുള്ളവളായിരിക്കും. ജീവിതത്തിൻ്റെ എത്ര കൊടിയ സഹനങ്ങളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും കഷ്ടതകളിലും അവർ പ്രത്യാശയോടെ ജീവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. പ്രത്യാശയിൽ നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ വളരേണ്ടത് പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിച്ചുകൊണ്ട്. നമ്മുടെ മിനിസ്ട്രികൾ, നമ്മുടെ സഭാ സമൂഹങ്ങൾ, നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഇന്ന് വളരേണ്ടത് ഈ പ്രത്യാശയുടെ സമൃദ്ധിയിലാണ്. അത് ലോകം തരുന്ന നൈമിഷികമായ പ്രതീക്ഷയല്ല, കർത്താവ് നൽകുന്ന അനശ്വരമായ പ്രത്യാശ, നിത്യജീവനിലുള്ള പ്രത്യാശ, കർത്താവിൻ്റെ രണ്ടാം വരവിലുള്ള പ്രത്യാശ, യേശുക്രിസ്തു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസ സത്യത്തിലുള്ള പ്രത്യാശ, ന്യായവിധിയിലുള്ള പ്രത്യാശ. സഹോദരങ്ങൾ, സഭയുടെ പൊതു വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും. ആദിമസഭയുടെ പ്രാർത്ഥന ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു. അവർ പ്രാർത്ഥിച്ചു. പീഡനങ്ങളിലും വലിയ സഹനങ്ങളിലും അവർ പറഞ്ഞു മാറാനാത്ത മാറാനാത്ത. ഈ ഒരു പ്രാർത്ഥന അവർ പരസ്പരം ഏറ്റുപറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കർത്താവേ വരണമേ, കർത്താവേ വരണമേ. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതേ ഞാൻ വേഗം വരുന്നു. കർത്താവ് പറയാണ്, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ, കർത്താവായ യേശുവേ വരണമേ. ആദിമസഭയുടെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു, കർത്താവായ യേശുവേ വരണമേ. അവർ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ വരണമേ. അവർ അനുഭവിച്ച ദുരിതങ്ങളിലും സഹനങ്ങളിലും ഞെരുക്കങ്ങളിലും കഷ്ടതകളിലും പ്രത്യാശയോടെ അവർ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ വേഗം വരണമേ. മാറാനാത്ത മാറാനാത്ത. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുന്ന ജനമാണ്.
ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. ഒരു തിന്മയ്ക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ പിടിതുകളയാൻ പറ്റില്ല. കർത്താവിൻ്റെ ജനം പ്രത്യാശയുടെ ജനമാണ്. പ്രത്യാശയുടെ ജനം. പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് പ്രത്യാശയുടെ സാന്നിധ്യമായി നമ്മൾ മാറണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് സഹോദരൻ. ഈ സമയം നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കുടുംബങ്ങൾ പ്രത്യാശയുടെ കുടുംബങ്ങൾ. നമ്മുടെ കുടുംബങ്ങളിലുള്ള കണ്ണുനീരുകൾ, വേദനകൾ, പിറുപിറുപ്പുകൾ, പരാതികൾ, നിസാര കാര്യങ്ങളെ ചൊല്ലിയുള്ള കലഹങ്ങൾ, അസ്വസ്ഥതകൾ, ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശയുടെ സമൃദ്ധിയിൽ നമ്മുടെ ഭവനങ്ങൾ ദിനംതോറും വളരുവാൻ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കള്, നമ്മുടെ തലമുറ, നമ്മുടെ സമൂഹം, നമ്മുടെ സഭ വളരേണ്ടത് ഈ പ്രത്യാശയുടെ സമൃദ്ധിയിലാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ഒരു അഭിഷേകം ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ സന്തോഷത്തോടെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കും. നമ്മൾ യേശുനാമത്തിൽ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ നിയോഗത്തിന് മേൽ ആത്മപകർച്ചയുണ്ടാവും. ആത്മപകർച്ചയുണ്ടാകും. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ചാണ് ദൈവവചനത്തിലൂടെ യാത്ര ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 17-18 വചനങ്ങളിൽ, അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നിങ്ങൾ ആശ്വസിപ്പിക്കുവിൻ. ഈ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളിലെ, സങ്കടങ്ങളിലെ, നിങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങളിലെ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുക. എന്തു പറഞ്ഞ്? കർത്താവിൻ്റെ പ്രത്യാഗമനത്തിലുള്ള പ്രത്യാശ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുക. നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു ആധ്യാത്മികതയാണ്. ഈ ഒരു ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും അസ്വസ്ഥരും നമ്മൾ കുറ്റപ്പെടുത്തുന്നവരും മുറിപ്പെടുത്തുന്നവരുമായി മാറുന്നതിന് കാരണം നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു. പ്രത്യാശയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക സഹോദരങ്ങളെ. നിത്യജീവനിലും കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിലും പ്രത്യാശയുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്, മൂല്യമുണ്ട്. നമ്മുടെ കണ്ണുനീരുകൾക്ക്, കഷ്ടതകൾക്ക് വിലയുണ്ട്. അതൊന്നും പാഴല്ല, അതൊന്നും പാഴല്ല. അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്ന പോലെ നമ്മൾ പരിഭ്രമിക്കേണ്ട. ഇതിലൂടെ നമുക്കൊരു ശുദ്ധീകരണമുണ്ട്, നമുക്കൊരു വിശുദ്ധീകരണമുണ്ട്. നമ്മളെ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുമെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 5:10 പറയാണ്, അല്പകാല സഹനത്തിന് ശേഷം ദൈവം നിങ്ങളെ സ്ഥിരീകരിക്കും, നിങ്ങൾ ഉറപ്പിക്കും, നിങ്ങളെ വിശുദ്ധീകരിക്കും, പൂർണ്ണരാക്കും. ഈ സഹനങ്ങളിൽ ഈ പ്രത്യാശ ഏറ്റുപറഞ്ഞ് നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള കലഹങ്ങൾ, അസ്വസ്ഥതകൾ, നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, മത്സരങ്ങൾ, ചീത്ത വാക്കുകൾ, ദുഷിച്ച വാക്കുകൾ, ഇതെല്ലാം വിട്ടൊഴിയണം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കുടുംബങ്ങളാണ്, കൃപയുടെ കുടുംബങ്ങളാണ്, പ്രത്യാശയുടെ ഭവനങ്ങളാണ്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്കായി ഇരുകരങ്ങൾ ഉയർത്ത് നമ്മുടെ മക്കളെ സമർപ്പിക്ക്, തലമുറകളെ സമർപ്പിക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് ഈ ഒരു പ്രത്യാശയുടെ ചൈതന്യം, ഈ ഒരു അനോയിന്റിംഗ് നമ്മുടെ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കുക. നമുക്ക് ഒന്നിച്ച് വിളിക്കാം, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കാം. ശക്തിയോടെ കർത്താവിന്റെ നാമം വിളിക്കുക. ജീസസ്, ഒഴുക്കണമേ. പ്രത്യാശയുടെ ആത്മാവായി പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ, തലമുറകളിലേക്ക് വരണമേ, സഭയിലേക്ക് വരണമേ. കം ഹോളി സ്പിരിറ്റ്, പ്രത്യാശയിൽ സമൃദ്ധി നൽകണമേ, സമൃദ്ധി നൽകണമേ. ഹോളി സ്പിരിറ്റ്, അനോയിന്റിംഗ്. സകല കെട്ടുകൾ അഴിയട്ടെ, ബന്ധങ്ങൾ അഴിയട്ടെ, നിരാശയുടെ വിഷാദത്തിന്റെ പൈശാചിക പീഡകൾ ചിതറിപ്പോകട്ടെ. In the name of Jesus, in the precious blood of Jesus. സ്തുതിക്കുന്നു കർത്താവേ.
ആമേൻ. സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:42 നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഈ ദിനത്തിൽ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ജാഗരൂകരാകേണ്ട ഒരു പ്രധാന തലമാണ് കർത്താവിൻ്റെ പ്രത്യാഗമനത്തുള്ള ബന്ധത്തിൽ ജാഗ്രതയുള്ളവരാകണം, പ്രത്യാശയുള്ളവരാകണം. കർത്താവ് എന്ന് വരും നമ്മുടെ വിഷയമല്ല. ഈ തലമുറയിൽ വന്നാൽ നമ്മൾ കർത്താവിനോടൊപ്പമായിരിക്കണം. നമ്മൾ കർത്താവിനോട് ചേരുന്നവരാകണം. നമ്മൾ ലജ്ജിച്ച് പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകരുത്. സഹോദരങ്ങളെ, പ്രത്യാശയുള്ളവരാണ്. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ, കർത്താവ് യേശുവിൻ്റെ ആ രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ ജാഗ്രതയുള്ളവരാകണം ദൈവത്തിൻ്റെ ജനം. നിത്യജീവനിൽ ജാഗ്രതയുള്ളവരാകണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 24:44 വചനം, 44. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് യേശുവിൻ്റെ പ്രത്യാഗമനം അതൊരു കെട്ടുകഥയല്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാവന സൃഷ്ടിയല്ല. ഒരു സാങ്കല്പികമായ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു സങ്കല്പമോ അല്ല കർത്താവിൻ്റെ പ്രത്യാഗമനം. അത് പരിശുദ്ധ സഭയുടെ വിശ്വാസ സത്യമാണ്. 2000 വർഷമായി കർത്താവിൻ്റെ സഭ വിശ്വസിക്കുന്ന ഒരു വലിയ വിശ്വാസ സത്യമാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും ഏറ്റുചൊല്ലുന്നുണ്ട്, ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും അവൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് സഭയുടെ വിശ്വാസമാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ പ്രവാചകന്മാരത് വിശ്വസിച്ചു. അവരിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചു. കർത്താവ് നമുക്ക് നൽകിയ ശ്രേഷ്ഠമായൊരു പ്രബോധനമാണ് തൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. ഇതൊരു കെട്ടുകഥയല്ല. കർത്താവായ യേശു തന്നെയാണ് തൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് ഏറ്റവും അധികമായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാർ നമ്മോടത് പറഞ്ഞിരിക്കുന്നു. പത്രോസ്ലീഹ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ എന്താണ് സഭയെ പഠിപ്പിക്കുന്നത്? താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം 3:2 വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളാലും നമ്മുടെ അപ്പോസ്തലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ. നിങ്ങൾ അനുസ്മരിക്കുവിൻ. എൻ്റെ സഹോദരങ്ങൾ, ഒന്നാമതായി വിശുദ്ധ പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധ വചനങ്ങൾ, 2 അപ്പോസ്തലന്മാർ വഴി നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ, 3 നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ വഴി നമുക്ക് നൽകപ്പെട്ട വചനങ്ങൾ. ഇതെല്ലാം ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്, പ്രത്യാഗമനത്തെക്കുറിച്ച് വിശുദ്ധ പ്രവാചകന്മാരും കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും കർത്താവായ ഈശോയെ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിതിൽ നല്ല കൃത്യതയുണ്ടായിരിക്കണം. കാരണം ഈ വിഷയത്തിൽ നിന്ന് ഒരുപാട് പേര് വഴിതെറ്റിപ്പോകുന്നുണ്ട്. കർത്താവ് എന്ന് വരും, എപ്പോൾ വരും, ഇത് റിസർച്ച് നടത്തി അനേകർ സത്യവിശ്വാസത്തിൽ നിന്ന്, തിരുസഭയുടെ സത്യപ്രബോധനങ്ങളിൽ നിന്ന് പലപ്പോഴും വ്യതിചലിച്ചു പോയി അറിയാതെയോ സെക്റ്റുകളിലേക്ക് പോകുന്നു. അവർ തന്നെ ഒരു സെക്റ്റായി മാറുന്നൊരവസ്ഥ. ഇതൊരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തനമല്ല. കർത്താവ് എന്ന് വരും എന്നുള്ള നമ്മുടെ വിഷയമല്ല. അത് കർത്താവ് നിശ്ചയിക്കുന്ന സമയത്ത് വരട്ടെ. നമ്മുടെ വിഷയം എന്താണ്? ഈ തലമുറയിൽ കർത്താവ് വന്നാൽ നമ്മൾ ഒരുക്കമുള്ളവരാണോ? നമ്മൾ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുമോ? നമ്മൾ അവനോട് കൂടെ ചേർക്കപ്പെടുമോ? ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഈ ഒരു വിഷയമാണ്. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ?
നമ്മളിലൂടെ അനേകരെ നമ്മൾ ഒരുക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, പൗലോസ്ലീഹ വീണ്ടും സഭയോട് പറയുന്നുണ്ട് ഈ വിശ്വാസ സത്യത്തെ പ്രതി. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 2-3 വചനങ്ങളിൽ എന്താ നമ്മൾ കാണുന്നത്? കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് സമാധാനവും ഭദ്രതയും എന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ പ്രതീക്ഷിക്കാത്ത നനയ്ക്കാത്ത നേരത്ത് കർത്താവിൻ്റെ 2ാമൊരു ആഗമനം സംഭവിക്കുകയാണ്. ലോകം അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കും സഹോദരൻ. അനേകരത് അറിയില്ല. പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവർ ഉറങ്ങിക്കഴിയുന്നത് പോലെ നമ്മൾ ഉറങ്ങാതെ സുബോധമുള്ളവരാകണം. പരിശുദ്ധാത്മാവുള്ളവരെ, ദൈവവചനത്തിന്റെ മുദ്രയുള്ള അഭിഷേകമുള്ള ജീവിതങ്ങള്, അവർ സുബോധമുള്ളവരാകും, അവർ ഒരുക്കമുള്ളവരാകും, അവർ ഉണർവോടെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്നവരാകും, ജാഗ്രതയോടെ ജീവിക്കുന്നവരാകും. 6-ാം വചനത്തിൽ പൗലോസ് ഈ സത്യം പഠിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനി 5:6. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. നമുക്കുണർന്ന് സുബോധമുള്ളവരായിരിക്കും. സുബോധമുള്ളവരായി കൃത്യം കർത്താവ് നമ്മൾ ഉണർവോടെ കേട്ടോ സുബോധമുള്ളവരായിരിക്കണം. നമ്മൾ ഒരുക്കമില്ലാത്തവരാകരുത്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരാകരുത്. വിശ്വാസമില്ലാത്തവരാകരുത്. പൗലോസ്ലീഹ പറയാ, സുബോധത്തോടെ ഉണർവോടെ ജാഗ്രതയോടെ നിങ്ങൾ ജീവിക്കണം. ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മറ്റ് ലോകാത്ഭുതങ്ങളല്ല സഹോദരങ്ങളെ. കർത്താവായ യേശു രാജാക്കന്മാരുടെ രാജാവായി നാഥന്മാരുടെ നാഥനായി തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുന്നത് സകല മിഴികളും കാണും. ലോകത്തിലെ സകല മനുഷ്യരെല്ലാ ജനതകളും അവനെ ദർശിക്കുമെന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനം പഠിപ്പിക്കുക. അത് മാറിപ്പോവില്ല. എന്തെല്ലാം മാറിപ്പോയാലും കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കർത്താവിന്റെ മടങ്ങി വരവ് അത് വലിയൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരെല്ലാം നിഷേധിച്ചാലും ആരൊക്കെ സംശയിച്ചാലും നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കണം. കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്, പ്രത്യാഗമനം, അത് നിത്യസത്യമാണ്. അത് മാറ്റമില്ലാത്ത യാഥാർത്ഥ്യമാണ്. വിശുദ്ധ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും കർത്താവായ ഈശോയെ അത് പഠിപ്പിക്കുന്നു. പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു. സഭയുടെ വിശുദ്ധരെ പഠിപ്പിക്കുന്നു. സഭാപിതാക്കന്മാരെ പഠിപ്പിക്കുന്നു. അവരത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ അവർ ജീവിച്ചു. ഈ വിശ്വാസം അവർ അനേകർക്ക് കൈമാറിക്കൊടുത്തു. നമ്മുടെ ഉത്തരവാദി ഇത് തന്നെയാണ് സഹോദരങ്ങൾ. പ്രത്യാശയിൽ ജനത്തെ വളർത്തണം. ഭയത്തിലും നിരാശയിൽ അസ്വസ്ഥതയിലല്ല, പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് ഈ തലമുറയെ നമ്മൾ നയിക്കണം. നമ്മുടെ മിഷൻ അതാണ്. നമ്മുടെ കർത്താവ് ഒലിമലയിൽ ശിഷ്യരോടുകൂടി ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിച്ചു. ആരോടാ ചോദിച്ചത്? കർത്താവായ യേശുവിനോടാ ചോദിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ, പ്രാർത്ഥനാപൂർവ്വം ഇരിക്കണം, സ്തുതിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. ഓരോ വചനവും കൃപയായി മാറണം. അനേകർ ആത്മാവ് തൊടുന്നുണ്ട്. അനേകം കുടുംബങ്ങളിലേക്ക് വചനത്തിന്റെ അഭിഷേകം പകരുന്നുണ്ട്. പലരും അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നുണ്ട്, ഡെലിവറൻസിലേക്ക് വരുന്നുണ്ട്. ദൈവവചനത്തിന്റെ മർമ്മങ്ങളാൽ അനേകം ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നുണ്ട്. റിലീസ് കർത്താവ് പകരുന്ന ഈ അഭിഷേകം നിങ്ങൾ സ്വീകരിച്ചോ? ഹൃദയം തുറന്ന് സ്വീകരിച്ചോ? പകരുക കർത്താവേ. സ്തുതിക്കുന്നു കർത്താവ്, സ്തുതിക്കുന്നു. കുടുംബങ്ങളിലേക്ക് പകർച്ച കൊടുക്കണം, ദേശങ്ങളിലേക്ക് പകർച്ച കൊടുക്കണം, തലമുറകളിലേക്ക് പകർച്ച കൊടുക്കണം. ആത്മപകർച്ച, ദൈവവചനത്തിന്റെ പകർച്ച.
anointing, 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 anointing. ശിഷ്യന്മാർ കർത്താവിനോട് എന്താ ചോദിച്ചത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ വചനം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും, എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ വായിച്ചേ, യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. കർത്താവേ, അവിടുത്തെ ആഗമനത്തിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ശിഷ്യന്മാർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് ആ ചോദ്യം നിഷേധിച്ചില്ല. നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത് പറഞ്ഞ് അവരെ തടഞ്ഞില്ല. നിങ്ങൾ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് പറഞ്ഞ് ആ ചോദ്യത്തെ കർത്താവ് നിരാകരിച്ചില്ല. വളരെ ശ്രദ്ധാപൂർവം ആ ചോദ്യത്തിന് കർത്താവ് മറുപടി നൽകുകയാണ്. അതിനർത്ഥം എന്താണെന്നറിയോ? കർത്താവ് വീണ്ടും വരും. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കർത്താവായ യേശു വീണ്ടും വരും. താൻ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും വരുമെന്ന് അവന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവന്റെ സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അവന്റെ വിശുദ്ധരെ നമ്മെ പഠിപ്പിക്കുന്നു. അവന്റെ അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അവന്റെ പ്രവാചകരെ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. ഇത്രയും കൃത്യമായ പ്രബോധനങ്ങളും കൃത്യമായ സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടും പിന്നെ എന്തിനാ നമ്മൾ സംശയിക്കുന്നത്? നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് വിശ്വസിക്കാതിരിപ്പിക്കും. ഇത് പിശാചിന്റെ വലിയൊരു ചതിയാണ്. രണ്ട്, ഈ വിശ്വാസ സത്യത്തെ ഇതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി ഇതിനെ പർവ്വതീകരിച്ച് ഇത് മാത്രം ചിന്തിച്ച് പലരും ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഈ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്നും സത്യപ്രബോധനത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നത്, ഇത് രണ്ടും ഒരുപോലെ പൈശാചികമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ തിരിച്ചറിയണം. ഒന്ന്, കർത്താവിൻ്റെ പ്രത്യാഗമനത്തിലുള്ള വിശ്വാസമില്ലായ്മ. രണ്ട്, കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങൾ, വ്യാജ വ്യാഖ്യാനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ദൈവവചനത്തിന് വിരുദ്ധമായ, സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള സ്വന്തം നിലപാടുകളും വ്യാഖ്യാനങ്ങളും, കർത്താവ് ഇന്ന വർഷം ഇന്ന ദിവസം ഇന്ന സമയത്ത് വരുമെന്നൊക്കെ പഠിപ്പിക്കുന്ന പല പ്രവാചകരും ഇന്ന് ലോകത്തിന് പല ദിക്കുകളിലുണ്ട്. അവരെ കർത്താവിൻ്റെ പ്രവാചകരല്ല. പരിശുദ്ധ വചനം അവരെ പഠിപ്പിക്കുന്നത് വ്യാജ പ്രവാചകർ എന്നാണ്. വ്യാജ പ്രവാചകർ. അവർ ദൈവം എഴുന്നേൽപ്പിച്ചവരല്ല, അവർ സ്വയം എഴുന്നേറ്റവരാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം. കാലത്തിൻ്റെ പ്രത്യേകതയെ സഹോദരൻ സൂക്ഷിക്കണം. നമ്മൾ വഴിയിലായിരിക്കുന്നവരെ വഴിതെറ്റിക്കുന്നവരാണ് വ്യാജ പ്രവാചകരെ. അവർ പലരും ഇത് വളരെ എക്സ്ട്രീം ലെവലിൽ അവതരിപ്പിച്ച് അതിനെ റിസർച്ച് നടത്തി പല കാര്യങ്ങൾ കാണിച്ച് കൃത്യം കർത്താവ് ഇന്ന ദിവസം ഇന്ന സമയം ഇന്ന വർഷം വരുമെന്ന് പറഞ്ഞ് എത്ര പേരെയാ സത്യവിശ്വാസത്തിൽ നിന്നും സത്യപ്രബോധനങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത്. പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് വലിയ തിന്മയാണ്. അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു. എത്ര കുടുംബങ്ങളെയാണ് ഈ പഠനത്തിലൂടെ അവർ തകിടം മറിക്കുന്നത്. എത്ര ബന്ധങ്ങൾ തകർന്നു പോയി. നമ്മുടെ കൺമുൻപിലുണ്ട് പല ഉദാഹരണങ്ങളും. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല സഹോദരങ്ങളെ. നമ്മൾ ജാഗ്രതയുള്ളവരാകണം. കർത്താവിനോട് ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് നിരാകരിക്കാതെ കൃത്യമായി മറുപടി കൊടുത്തു. പല അടയാളങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തുറന്നുള്ള വചനങ്ങൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4 മുതൽ 39 വരെ അല്ലെങ്കിൽ 44 വരെയുള്ള വചനങ്ങൾ വായിക്കും. 4 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ ഈ അടയാളങ്ങളൊക്കെ കാണാം. അതിൽ കർത്താവ് ഒത്തിരി അടയാളങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യപുത്രൻ്റെ ആഗമന സമയത്തിന് മുൻപ് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും, ചരിത്രത്തിലുണ്ടാകും, ലോകത്തിലുണ്ടാകും, സഭയിൽ സംഭവിക്കും, എല്ലാം ഇങ്ങനെ പറഞ്ഞ് കർത്താവ് വ്യക്തമായൊരു കാര്യം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 25-ഉം 26-ഉമുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്, ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്.
ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. മുൻകൂട്ടി എന്തിനാ പറയുന്നത്? നമ്മൾ ജാഗ്രതയുള്ളവരാകാൻ. പെട്ടെന്ന് നമ്മൾ വഴിതെറ്റി പോകാതെ, ഒരു കാര്യം പെട്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്, അബദ്ധങ്ങളിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്, പലപ്പോഴും നമ്മൾ സംഭ്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകൂട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതുപോലൊക്കെ നിറവേറപ്പെടുമെന്ന്, ഇതുപോലെയൊക്കെ ചരിത്രത്തിൽ സംഭവിക്കുമെന്ന് കൃത്യമായി മുൻകൂട്ടി കർത്താവ് എല്ലാം പറഞ്ഞു തന്നിരിക്കുക. ആ വിശ്വസതയോർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്ന കർത്താവ്. ഇതാ ഞാൻ എല്ലാം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? 26-ാമത്തെ വചനം ശ്രദ്ധാപൂർവം വായിച്ച്, എല്ലാവരും ഉച്ചത്തിൽ വായിച്ച്. അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവർ പറഞ്ഞ നിങ്ങൾ പുറപ്പെടരുത്. അവൻ മുറിക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. 27-ാമത്തെ വചനം, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ആമേൻ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോയുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും, കണ്ടു, മനുഷ്യപുത്രന്റെ ആഗമനം. അവൻ മരുഭൂമിയിലുണ്ട്. അവൻ മുറിക്ക് പലരും പലതും പറയും. കർത്താവ് അന്ന് വരും, കർത്താവ് ഇന്ന് വരും, 2027 വരും, 30 വരും, 33 വരും. പലരും പറഞ്ഞ് 2000 വരും, ചിലർ 2012 വരും. ലോക ചരിത്രത്തിൽ എല്ലാ കാലവും ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ, വ്യാജ പ്രവചനങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കർത്താവ് പറയും, നിങ്ങളത് വിശ്വസിക്കരുത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, എടുത്തു ചാടി 100 ഉപദേശത്തിന് പുറകെ പോകരുത്. കർത്താവ് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുത്. കർത്താവിൻ്റെ സഭയോടൊപ്പം യാത്ര ചെയ്യുക, സത്യവിശ്വാസം മുറുകെ പിടിക്കുക, ദൈവവചനത്തിൽ നിരന്തരം ആഴപ്പെടുക, പരിശുദ്ധ സഭയുടെ സത്യപ്രബോധനങ്ങളിൽ നമ്മൾ വേരൂന്നണം. ഈ കാലത്ത്, ഈ നാളുകളിൽ ദൈവജനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. വീണ്ടും 36-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, 36 ഉച്ചത്തിൽ വായിച്ചേ, ആ ദിവസത്തെക്കുറിച്ച്, മണിക്കൂറിനെ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഈ കാര്യമാണ് ഇന്ന് പല പ്രവാചകരും പ്രവചിച്ചു പറയുന്നത്. കർത്താവിരുന്ന വർഷവും മാസവും ദിവസവും സമയമൊക്കെ സഹോദരങ്ങളെ വിശ്വസിക്കരുത്. ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം, അവൻ്റെ പ്രത്യാഗമനം എന്ന് സംഭവിക്കും അത് നമുക്കറിയില്ല. പക്ഷെ ഈ തലമുറയിൽ സംഭവിച്ചാൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നാം നമ്മോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണം. ഈ ഒരു കൃപയിലേക്ക്, പ്രത്യാശയിലേക്ക് ഈ തലമുറയെ നമ്മൾ നയിക്കണം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ ഈ കാലഘട്ടത്തെ ഈ ഒരു പ്രത്യാശയിൽ നമ്മൾ ഒരുക്കമുള്ളവരാക്കണം. നമ്മൾ അവരെ അതിനായി സജ്ജമാക്കണം. വിശുദ്ധ പൗലോസ് വിചാരിച്ചു ആ നാളുകളിൽ കർത്താവ് വരുമെന്ന്. 2000 വർഷമായി ഇതുവരെ കർത്താവ് വന്നിട്ടില്ല. കർത്താവ് വരാത്തതിൻ്റെ കാരണം ആ വാഗ്ദാനം കർത്താവ് മറന്നുപോയിട്ടല്ല, അതിന് പല കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്, സഭ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പലർക്കും അതറിയാം. നമ്മൾ പിന്നീട് ഷെക്കൻ ന്യൂസിലൂടെ മാറാനാത്ത എന്നുള്ള ശുശ്രൂഷ മാസങ്ങൾക്ക് ശേഷം നമ്മളത് സംപ്രേഷണം ചെയ്യും. നമ്മളതെല്ലാവരും പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, പ്രത്യാശയിൽ വളരണം, കൃപയിൽ ജീവിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് പറഞ്ഞു, ആ ദിവസമോ മണിക്കൂറോ വേറെ മനുഷ്യപുത്രനോ ആർക്കറിയില്ല, പിതാവിനല്ലാതെ മറ്റാർക്കും അത് അറിയുകയില്ല. അവിടെ എല്ലാം കർത്താവ് പറയുന്നത് തൻ്റെ വരവ് അത് നിശ്ചയമായും ഉറപ്പുള്ള ഒരു നിത്യസത്യമാണ്.
കർത്താവിൻ്റെ പ്രത്യാഗമനം അവിടുന്ന് നിഷേധിക്കുന്നില്ല. അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നുണ്ട്, വെളിപാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇതാവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടത്തെ കാണും, അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. അവൻ മേഘങ്ങളുടെ അകമ്പടിയോട് ആഗതനാകുന്നു, ഓരോ മിഴിയും അവനെ കാണും. രാജാക്കന്മാരുടെ രാജാവായി, നാഥന്മാരുടെ നാഥനായി, മഹത്വ പ്രതാപവാനായി നമ്മുടെ കർത്താവ് വാനമേഘങ്ങളിൽ എഴുന്നള്ളുമ്പോൾ സകല മിഴികളും കർത്താവിനെ കാണും. സകല ജനതകളും കർത്താവിനെ കാണും. സകല മനുഷ്യരും. ഓ, എത്ര ശക്തമായ ഒരു പ്രത്യാശയുടെ വചനമാണിത് സഹോദരങ്ങളെ. ഈ പ്രത്യാശയിൽ നമ്മൾ വളരണം. ഈ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കണം. ഈ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് നമ്മൾ പരസ്പരം ആശ്വസിപ്പിക്കണം, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ക്ഷമിക്കണം, പരസ്പരം ചെറുതാകണം, പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയത, ക്രിസ്ത്യാനിറ്റി, നമ്മുടെ സ്പിരിച്വാലിറ്റി ഇതാ സഹോദരങ്ങളെ. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, പങ്കുവെക്കലിൻ്റെ, താഴ്മയുടെ, സ്വയം ചെറുതാകലിൻ്റെ, ദൈവകൃപയുടെ ഈ ഒരു ആത്മീയത സ്വീകരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റു പറയാം. ആമേൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ല രാജ. എല്ലാ മിഴികളും അവനെ കാണും. സകല മിഴികളും കർത്താവിനെ കാണും. ഏഴും രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ല രാജാധിരാജൻ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൈതലേ, നീ ഒരുക്കമുള്ളവനാണോ? ഒരുക്കമുള്ളവനാണോ? നിന്റെ കുടുംബം ഒരുക്കിയിട്ടുണ്ടോ? നിന്റെ സമൂഹം ഒരുക്കിയിട്ടുണ്ടോ? നീ അനേകരെ ഒരുക്കിയിട്ടുണ്ടോ? വാനമേഘത്തിൽ ഇവിടെയാണ് ഇവാഞ്ചലൈസേഷന്റെ ഇമ്പോർട്ടൻസ്, ഇവാഞ്ചലൈസേഷന്റെ അർജൻസി. ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക, ധീരതയോടെ വചനം കൊടുക്കുക, കർത്താവിന്റെ വചനം പ്രഘോഷിക്കുക, വചനം പ്രഘോഷിക്കുക, യേശുവിനെ കൊടുക്കുക. ഈ തലമുറയ്ക്ക് യേശുവിനെ കൊടുക്കുക. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് യേശുവിന്റെ വചനം കൊടുക്കുക. ഈശോ, ഈ പ്രത്യാശ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഈ പ്രത്യാശ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഈ പ്രത്യാശ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഈ വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഈ വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. കരമുയർത്തി വിളിക്കുന്ന യേശുവേ, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ, ഒരാത്മാവിലേക്ക് കൃപൊഴുകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുന്ന ജീവിതങ്ങളായി, കുടുംബങ്ങളായി, സമൂഹമായി നമ്മൾ മാറുവാൻ നമ്മുടെ നിയോഗങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. യൂട്യൂബിൽ കമന്റ് ചെയ്തു മക്കളെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മൾ അഭിഷേകം ചെയ്യും. ഈ പ്രത്യാശയുടെ സമൃദ്ധിയിൽ നമ്മൾ മുദ്ര ചെയ്യപ്പെടും, മുദ്ര ചെയ്യപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, കർത്താവിൻ്റെ കൽപ്പനകളിലൂടെ നൽകപ്പെട്ട വചനങ്ങൾ നിങ്ങൾ അനുസ്മരിക്കുവിനെന്ന് പത്രോസ്ലീഹ സഭയോട് പറയുന്നു. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വിശുദ്ധ പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട പ്രവചന വചനങ്ങൾ, ഒത്തിരി വചനങ്ങളുണ്ട്. ഞാൻ 2 വചനങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഒന്ന്, സക്രിയ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ വെളിപ്പെട്ട വചനം. സക്രിയ പ്രവചനം 14-ാം അധ്യായം 5-ാമത്തെ തിരുവചനമാണ്. 14:5 എന്ന് അവിടെ അതിനവസാന ഭാഗത്തോട്ട് വരിക. നിങ്ങളുടെ ദൈവമായ കർത്താവ് എല്ലാ പരിശുദ്ധന്മാരോട് കൂടെ വരും. നിങ്ങളുടെ ദൈവമായ കർത്താവ്
എല്ലാ പരിശുദ്ധന്മാരോട് കൂടെ വരും. എൻ്റെ സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ ഒന്നാം വരവല്ല, രണ്ടാം വരവാണ്. കർത്താവിൻ്റെ ഒന്നാം വരവിൽ ഈ ലോകം അവനെ അറിഞ്ഞില്ല. ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ കാലികളുടെ ആ കൂട്ടത്തിൽ ഈശോ പൂജാതനാവുകയാണ്. ആരും അവൻ അറിഞ്ഞില്ല. എന്നാൽ അവൻ രണ്ടാമത് വരുമ്പോൾ അങ്ങനെയല്ല. സകല മിഴികൾ അവനെ കാണും. രാജാതി രാജാവായി മഹത്വ പ്രതാപവാനായാണ് ആഗതനാകുന്നത് തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ. അത് സെക്കൻഡ് കമ്മിങ് ആണ്, രണ്ടാം വരവാണ്. തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ആഗതനാകും. സക്രിയ പ്രവചിച്ചു കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്. വീണ്ടും മലാക്കി പ്രവചനം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, മലാക്കി 3:2 ശ്രദ്ധാപൂർവം വായിച്ച്. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? കർത്താവിൻ്റെ ആ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് പറ്റും? ആർക്ക് സാധിക്കും? അവൻ മഹത്വപൂർണനായി പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കുവാൻ ആർക്ക് കഴിയും? മലാക്കി പ്രവാചകനിലൂടെ പരിശുദ്ധാത്മ പ്രവചിച്ചു കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്. അവൻ വീണ്ടും വരും, മഹത്വത്തോടെ അവൻ ആഗതനാകും. സഹോദരങ്ങളെ, വിശുദ്ധ പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട പ്രവചന വചനങ്ങളിൽ വിശ്വസിക്കാൻ പത്രോസ്ലിഹ സഭയോട്, സഭ മക്കളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ സാക്ഷ്യം കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്. ഇനി കർത്താവിൻ്റെ മാലാഖമാരെ, ഏഞ്ചൽസ്, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാക്ഷ്യം നമുക്കറിയാം. കർത്താവിൻ്റെ ആദ്യ വരവിൽ, ഒന്നാം വരവിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ, പരിശുദ്ധ മറിയത്തെ മംഗളവാർത്ത അറിയിച്ചു. എന്നാൽ കർത്താവിൻ്റെ ആ രണ്ടാം വരവ്, സെക്കൻഡ് കമ്മിങ്ങിനുള്ള ബന്ധത്തിൽ 2 ദൂതന്മാരാണ് സാക്ഷ്യം നൽകിയത്. ദൈവത്തിന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്, 2 പേരുടെ സാക്ഷ്യം സത്യമാണ് എന്ന് പറഞ്ഞാൽ ആദ്യ വരവിനേക്കാളും സ്ഥിരീകരണമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്, സെക്കൻഡ് കമ്മിങ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടി ഒലിവുമലയിലോട്ട് പോകുന്നു. ഒലിവുമലയിലായിരിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യരിൽ നിന്ന് ഇതാ സംവഹിക്കപ്പെടുകയാണ്. അവൻ ആകാശത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഈ സമയത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 പേര്, ഈ 2 പേർ അത് ദൈവത്തിൻ്റെ മാലാഖമാരാണ്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 10-11 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ദൈവത്തിൻ്റെ മാലാഖമാരാണ്. അലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ആമേൻ. ദൈവത്തിൻ്റെ മാലാഖമാരുടെ സാക്ഷ്യമാണ്. നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? പ്രത്യാശയുടെ വചനം കൊടുക്കുകയാണ്. നിങ്ങളിൽ നിന്ന് യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. കർത്താവ് തിരിച്ചു വരും. സെക്കൻഡ് കമ്മിങ്, കർത്താവിൻ്റെ രണ്ടാം വരവ്. ഇത് കെട്ടുകഥയാണോ സഹോദര, സഹോദരി? ഇത് മനുഷ്യനിർമ്മിതമായ ഒരു സാങ്കല്പികമായ കഥയാണോ? അല്ല സഹോദരങ്ങളെ, ഇത് നിത്യസത്യമാണ്. ഇത് മാറിപ്പോകാത്ത യാഥാർത്ഥ്യമാണ്. ലോകം ഇനി കാണാൻ പോകുന്ന വലിയ അത്ഭുതമാണ് നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവ്. ഒരു വിശ്വാസി ജീവിക്കേണ്ടത് ഈ പ്രത്യാശയിൽ, നിത്യജീവനിൽ പ്രത്യാശ. കർത്താവിൻ്റെ എന്ന് വരും, ഏത് ദിവസം വരും എന്നുള്ള പ്രത്യാശയല്ല. കർത്താവിൻ്റെ വീണ്ടും വരവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുവിനെന്ന് പത്രോസ്ലീഹ പറയുന്നുണ്ട്. നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ, അതെന്താണ് ആ കൃപ? നിത്യജീവൻ, കർത്താവിനോട് കൂടെ നിത്യ മഹത്വത്തിൽ വാഴുന്നൊരനുഭവം, ഇറ്റേണൽ ലൈഫ്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ നിത്യത, നമ്മുടെ ഇറ്റേണിറ്റി കർത്താവിനോടൊപ്പം. അതെന്തൊരു ആനന്ദമാണ്, അതെന്തൊരു പ്രത്യാശയുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം.
വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഈ തിരുവചന സത്യങ്ങൾ തിരിച്ചറിയാനായി അനേക ഹൃദയങ്ങളെ തുറക്കണമേ. റിലീസ്. പരിശുദ്ധാത്മാവേ, ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആന്തരിക നയനങ്ങളെ തുറക്കണമേ. ദൈവവചനത്തിന് വെളിപാടുകളിലേക്ക് ജനത്തെ നയിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു പരിശുദ്ധ, സ്തുതിക്കുന്നു പരിശുദ്ധ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മലാഖമാരുടെ സാക്ഷ്യം. ഇനി കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ വചനം എന്താ പറയുക? കർത്താവ് തന്നെ പഠിപ്പിച്ചു. വിശുദ്ധ പ്രവാചകന്മാരുടെ പ്രവചന വചനങ്ങൾ, അപ്പോസ്തലന്മാരുടെ വെളിപ്പെട്ട വചനങ്ങൾ, കർത്താവായ യേശുവിൻ്റെ കൽപ്പന, അതിലൂടെ വെളിപ്പെട്ട വചനം. എന്താണ് ഈശോ പറഞ്ഞത്? തൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച്, വീണ്ടും വരവിനെ കുറിച്ച് കർത്താവ് എന്താ പഠിപ്പിച്ചത്? ഇത് കർത്താവിൻ്റെ സത്യപ്രബോധന. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട ആ വചനങ്ങൾ ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വചനം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന്, ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ വീണ്ടും വന്ന്, ഞാൻ വീണ്ടും വന്ന്, അല്പൂടെ സ്വരത്തിൽ പറഞ്ഞേ, ഞാൻ വീണ്ടും വന്ന്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകൂ. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ലോക ചരിത്രത്തിൽ ഒരേ ഒരുവനെ പറഞ്ഞിട്ടുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. ഞാൻ വീണ്ടും വന്ന് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞവൻ നമ്മുടെ യേശു മാത്രം, യേശു മാത്രം, നമ്മുടെ യേശു മാത്രം. അത്ര ശക്തമാണ് കർത്താവിൻ്റെ വചനം. നമ്മൾ എന്തിനാ സംശയിക്കുന്നത്? ലോകം പലതും പറയും, ലോകം കളിയാക്കും, അവഹേളിക്കും, പുച്ഛിക്കും. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ചിലപ്പോൾ സംശയിക്കും, അവഹേളിക്കും. മറ്റു പലരും, ഞാൻ പറഞ്ഞു, ഈ വിശ്വാസ സത്യത്തെ വളച്ചൊടിച്ച് അവർ വ്യതിചലിച്ചു പോകും, കുടുംബങ്ങളെ നശിപ്പിക്കും, അവരുടെ ഉത്തരവാദിത്തങ്ങൾ വിട്ടുകഴിഞ്ഞ്. ഇന്ന് അങ്ങനെയുണ്ട് കുറേ പേര്, ഒരു ഉത്തരവാദിത്തം ചെയ്യാതെ. ഈ ലോകത്തിൽ കർത്താവ് ഏൽപ്പിച്ച പല ഉത്തരവാദിത്തങ്ങളുണ്ട്, അതൊന്നും കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അതൊന്നും ചെയ്യാതെ അവരിങ്ങനെ ഈ വരവും നോക്കി പാർത്തിരിക്കും. അത് ഒരു തരത്തിലുള്ള ബോണ്ടേജ്, അതൊരു ബോണ്ടേജാണ് സഹോദരങ്ങൾ. അതല്ല കർത്താവ് പറയുന്നത്. നമ്മൾ നിർത്തിയിരിക്കുന്ന മേഖലകളിൽ ഈ പ്രത്യാശയോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന കൃപയുള്ള ജനമായി മാറണം. അവൻ്റെ കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ട ജനമായി നമ്മൾ മാറണം, റെമനൻ്റായി നമ്മൾ മാറണം. അതിനെ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ ഈ വചനങ്ങളെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൃപയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ശേഷിപ്പായി നമ്മൾ മാറണം. അതിലൊരുവനും ഒരുവളുമായി നമ്മൾ എണ്ണപ്പെടണം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24:30 വീണ്ടും യേശു പഠിപ്പിച്ചു, അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ സർവ്വഗോത്രങ്ങൾ വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോട് മഹത്വത്തോടു കൂടി വരുന്നത് കാണുകയും ചെയ്യും. മഹത്വത്തോട് വരുന്നത് ആരാ പറയുന്നത്? കർത്താവ് ഈശോ തന്നെയാ ഈ പ്രബോധനങ്ങൾ നൽകുന്നത്. പത്രോസ്ലിഗയും പൗലോസ്ലിഗയും അല്ല, സാക്ഷാൽ ദൈവമായ ദൈവപുത്രനായ ഈശോ തന്നെയാണ് ഈ പ്രബോധനങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. വീണ്ടും വെളിപാട് പുസ്തകം 22:12 കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. ഈശോ പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ അനേകർ ഒരുക്കുന്നുണ്ടോ? നമ്മൾ നമ്മോട് ചോദിക്കണം. അപ്പോൾ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ എത്ര ശക്തമാണ് സഹോദരങ്ങളെ. ലൂക്കായുടെ സുവിശേഷം 21-27 കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഈ വചനങ്ങളെല്ലാം ഈശോയാതാണ്. ഇതുപോലെ ഒത്തിരി വചനങ്ങൾ സുവിശേഷത്തിൽ കാണാൻ പറ്റും. കർത്താവ് നൽകിയ വചനങ്ങളാണിത്, കർത്താവിൻ്റെ കൽപ്പനകളാകുന്ന വചനങ്ങൾ. നമ്മൾ എന്തിനാ സംശയിക്കുന്നത്?
യേശു പറഞ്ഞില്ല, ആകാശം ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല. അത് നിത്യം നിലനിൽക്കുന്നതാണ്. അത് മാറ്റമില്ലാത്ത വചനമാണ്, സത്യത്തിൻ്റെ വചനമാണ്. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ കണ്ണുകൾ തുറക്കപ്പെടണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധത മാറണം. ഈ പ്രത്യാശയുടെ സമൃദ്ധിയിൽ നമ്മൾ ദിനംതോറും വളരണം, ദിനംതോറും വളരണം. ലോകം തരുന്ന അശ്വരമായ പ്രതീക്ഷകളിലല്ല, നഷ്ടപ്പെട്ടു പോകുന്ന താൽക്കാലികമായ പ്രതീക്ഷകളിലല്ല, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത അനശ്വരമായ പ്രത്യാശയിൽ വളരുന്നവരാണ് കർത്താവിൻ്റെ ജനം. അവർ പരിശുദ്ധാത്മാവുള്ളവരാണ്, ദൈവവചനത്തിന്റെ മുദ്രയുടെ ജനമാണ്. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കും. ഇനി അപ്പോസ്തലന്മാർ വഴി അതാണ് വിശുദ്ധ പ്രവാചകന്മാർ വഴി, അപ്പോസ്തലന്മാർ വഴി, കർത്താവായ യേശുവിൻ്റെ കൽപ്പന വഴി. അപ്പോൾ അപ്പോസ്തലന്മാരെന്താ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച്? അവർ സഭയുടെ പില്ലേഴ്സാണ്. ഈശോ പറഞ്ഞു, സഭയുടെ മൂലക്കല്ലുകൾ ക്രിസ്തുവാണ്. അപ്പോസ്തലന്മാരെ സഭയുടെ അടിസ്ഥാനമാണ്. അത്രയും പ്രധാനപ്പെട്ടവരാ കർത്താവിൻ്റെ സ്ലീഹന്മാരെ. സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരാണ്. ഈ അപ്പോസ്റ്റൽസ് എന്താണ് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്, രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പൗലോസ്ലീഹയുടെ സാക്ഷ്യം എന്താണ്? തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വചനം. സമാധാനത്തിന് ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾ ആത്മാവും ശരീരവും മനസ്സുമെല്ലാം പൂർണ്ണവും അവികലവുമായിരിക്കാൻ ഇടവരട്ടെ. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ ഉറപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവ് വീണ്ടും വരും. അവൻ്റെ പ്രത്യാഗമനം അത് വലിയ യാഥാർത്ഥ്യമാണെന്ന് സഭാ മക്കളെ, ആദിമ സഭയിലെ വിശ്വാസികളെ പൗലോസ് ഉറപ്പിക്കുക. ഈ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. സഹോദരങ്ങളെ, സത്യപ്രബോധനം കൊടുക്കണം. സഭയുടെ പ്രബോധനങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിപാടുകളിലേക്ക്, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് നമ്മൾ സഭയോട് ചേർന്ന് ജനത്തെ നയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വമേറ്റി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ എന്താ പറയുന്നത്? ഫസ്റ്റ് പീറ്റർ, പത്രോസ്ലീഹ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വചനം. ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കും. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുക. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ ലഭിക്കുന്ന കൃപയിലെ ക്രിസ്തുവിന്റെ പ്രത്യാഗമനം കൊണ്ട് പത്രോസ്ലീഹ ഉറപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു വീണ്ടും വരും. പ്രത്യാഗമനമുണ്ട്, സെക്കൻഡ് കമ്മിങ് ഉണ്ട്. ആദിമസഭയിലെ വിശ്വാസികളെ ഉറപ്പിക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്, അവരെ ശക്തിപ്പെടുത്തുകയാണ്. ഈ പ്രത്യാശ പഠിപ്പിച്ചുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സഭയിൽ യഥാവിധി പ്രഘോഷിക്കപ്പെടേണ്ട ഒരു വചന സന്ദേശമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. നമ്മൾ പഠിപ്പിക്കണം, വൈദികർ പഠിപ്പിക്കണം, സമർപ്പിതർ പഠിപ്പിക്കണം, സഭയുടെ പ്രബോധനം പഠിപ്പിക്കണം, സത്യപ്രബോധനം കൊടുക്കണം, സത്യവചനം കൊടുക്കണം. പലപ്പോഴും നമ്മൾ ഈ ദൗത്യം നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇന്ന് അനേകം ദൈവമക്കള് അബദ്ധ പ്രബോധനങ്ങളിലേക്ക്, സത്യപ്രബോധന വ്യത്യസ്തമായ വ്യാജ പഠനങ്ങളിലേക്ക്, പലവിധ സെക്റ്റുകളിലേക്ക് ഇന്ന് പല ദൈവമക്കളും വഴിതെറ്റിപ്പോകുന്നതിന് കാരണം ഇത് പഠിപ്പിക്കുവാൻ, പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മൾ പലപ്പോഴും ഈ ദൗത്യം മറന്നു ജീവിക്കുന്നു. അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാ. ആത്മാവ് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് ഈ കാര്യത്തിൽ. ജനം പ്രത്യാശയിൽ വളരും, ജനം വിശുദ്ധിയിൽ ജീവിക്കും, ജനസ്നേഹത്തിൽ വർദ്ധിക്കും, പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകും. ഈ പ്രത്യാശയുള്ളവരെ വെറുപ്പിൽ ജീവിക്കാൻ പറ്റില്ല. ഈ പ്രത്യാശയുള്ളവർക്ക് വൈരാഗ്യ ബുദ്ധിയില്, ജഡീകതയില്, ലൗകികമായി ജീവിക്കാൻ പറ്റില്ല. ഈ പ്രത്യാശയുള്ളവരെ പ്രാർത്ഥിക്കും, ഈ പ്രത്യാശയുള്ളവരെ പരസ്പരം എളിമപ്പെടും, പ്രോത്സാഹിപ്പിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ലൗകികരും ജഡീകരുമായി മാറുന്നതിന് കാരണം ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. വിശ്വാസം പോലുമില്ല, കാരണം ഇത് കേൾക്കുന്നില്ല.
കർത്താവ് പറയുന്നില്ല, അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് അജ്ഞത? ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത, ഈ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, സഭയുടെ സത്യപ്രബോധനങ്ങളെക്കുറിച്ചുള്ള അജ്ഞത ഇന്ന് അനേകരെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ പ്രത്യാശയോടെ ഈ വചനങ്ങൾ ജനത്തെ പഠിപ്പിക്കണം, സഭയോട് ചേർന്ന്. ഇതൊന്നും നമ്മുടെ വ്യക്തിപരമായ വെളിപാടുകളല്ല, പരിശുദ്ധ സഭയുടെ പ്രബോധനങ്ങളാണ്. സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമ്മളത് ഇപ്പോൾ കാണും. പത്രോസ്ലീഹ പറയാണ്, വീണ്ടും താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വചനം, ആകാശം തീയിൽ വെന്തു നശിക്കും, മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ ആഗമന ദിനത്തെ ത്വരിതപ്പെടുത്തുക. കർത്താവിൻ്റെ ആഗമന ദിനമുണ്ട്. പത്രോസ്ലീഹ പഠിപ്പിച്ചു. യോഹന്നാൻ സ്ലീഹ എന്താ പറഞ്ഞത്? 1 യോഹന്നാൻ 2:28, കുഞ്ഞുമക്കളെ, ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാൻ, അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാൻ വേണ്ടി അവനിൽ വസിക്കുവിൻ. യേശു പ്രത്യക്ഷനാകുമ്പോൾ, ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവിൻ്റെ മടങ്ങി വരവ്, അവൻ്റെ മഹത്വ പ്രത്യക്ഷത യോഹന്നാൻ സ്ലീഹ പഠിപ്പിക്കുകയാണ് ആദിമസഭയിലെ വിശ്വാസികളെ. ഇതുപോലെ നമ്മൾ പഠിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ ഈ തലമുറ കുടുംബങ്ങളെ പഠിപ്പിക്കണം, യുവജനങ്ങളെ പഠിപ്പിക്കണം, ഈ തലമുറയെ പഠിപ്പിക്കണം. അവർ സഭയെ സ്നേഹിക്കും, സഭയോട് ചേർന്ന് നിൽക്കും, സത്യവിശ്വാസം വളരും, വിശുദ്ധീകരിക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ സഭയിൽ ഉണരാൻ തുടങ്ങും. എൻ്റെ സഹോദരങ്ങൾ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്. യാക്കോബ് സ്ലീഹ എന്താണ് പഠിപ്പിച്ചത് സഭയോട്? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, നിങ്ങളും ക്ഷമയോടിരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. ഈ പ്രത്യാശ പരസ്പരം പഠിപ്പിച്ച് അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. എത്ര കൃപയുള്ളൊരു ജനം! അതുകൊണ്ട് ആദിമസഭ ഫയറായത്, ആത്മാവിൻ്റെ തീയായിരുന്ന ആദിമസഭയിലെ വിശ്വാസികൾ. ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മളിൽ ഈ തീയുണ്ടാകണം, തീ പിടിച്ചവരാകണം. നമ്മൾ തീ പിടിച്ച ആത്മാക്കളാകണം. ആത്മാവിൻ്റെ തീയുള്ള കുടുംബങ്ങൾ, തീയുള്ള സമൂഹങ്ങൾ, ആത്മാവിൻ്റെ തീ പിടിച്ച വൈദികർ, സമർപ്പിതർ സഭയിൽ എഴുന്നേൽക്കേണ്ട സമയമാണിത്. ലോകം അത് ദർശിക്കണം. കർത്താവിൻ്റെ മഹത്വം ലോകം കാണണം. അത് ലോകം ദർശിക്കുന്നത് നമ്മിലൂടെയാണ്. ആ ഗ്ലോറി വെളിപ്പെടുന്നത്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത് നമ്മിലൂടെയാണ്. സഹോദരങ്ങളെ, നമ്മളാണത് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് കത്തോലിക്ക സഭ, പരിശുദ്ധ സഭ എന്ത് പഠിപ്പിക്കുന്നു? കത്തോലിക്ക സഭയുടെ മതബോധനം CCC 673-ാമത്തെ ഗണ്ഡിയിൽ സഭ പറയാണ്, സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, എങ്കിലും ആസന്നമായിരുന്നു. യുഗാന്തത്തിലുള്ള ആഗമനവും അതിനു മുമ്പ് ഉണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിക്കാം. എങ്കിലും ഏത് നിമിഷത്തിൽ ഇത് നിറവേറിയേക്കാം. ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ ഏത് നിമിഷത്തിൽ, ഏത് സമയത്തു വേണമെങ്കിലും കർത്താവ് വീണ്ടും വരാം. കർത്താവിൻ്റെ പ്രത്യാഗമനം ഏത് സമയത്തും സംഭവിക്കാമെന്നാണ് പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വന്നാൽ നമ്മൾ ഒരുക്കമുള്ളവരാണോ? നമ്മുടെ കുടുംബങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തെ ഒരുക്കിയിട്ടുണ്ടോ? നമ്മൾ ഈ തലമുറയെ ഒരുക്കിയിട്ടുണ്ടോ? ഒന്ന്, നമ്മുടെ ആത്മരക്ഷ. 2, ആത്മാക്കളുടെ രക്ഷ. ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും നമ്മുടെ പ്രാർത്ഥന വിഷയമാകട്ടെ. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഈ ശുശ്രൂഷ അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഷെക്കൻ ന്യൂസിലൂടെ നമുക്ക് നൽകിയത്. ഒത്തിരി സന്തോഷമുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ ഹൃദയം തുറന്ന് നന്ദി സ്നേഹവും നിങ്ങൾ അറിയിക്കുകയാണ്. ഈ 5 ദിനങ്ങളിൽ 10,000 ഷെക്കൻ ന്യൂസിലൂടെ, ഷെക്കൻ്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകത്തിൻ്റെ പല ദിക്കുകളിലുമായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഒത്തിരി ശുശ്രൂഷയെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഷെക്കനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. കാലഘട്ടത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ
ദൈവജനത്തിന് നൽകാനുള്ള ഒരു ജ്ഞാനത്തിലും കൃപയിലും ടീം ഷെക്കേന വളരുവാൻ നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ, നമുക്ക് വളരെ കൃപയിലും അഭിഷേകത്തിലും നിറയുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രത്യേകം ഒരുക്കി തരുന്ന ഒരു ധ്യാന ശുശ്രൂഷ ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം 5-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ 8-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ ഈ പോസ്റ്റർ ശ്രദ്ധിച്ച്, എൻ്റെ സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്ക് തിരക്കുകളുണ്ട്, മറ്റ് ജോലികളുണ്ട്, പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെന്നറിയാമെങ്കിലും ഈ 3 ദിവസക്കാലം എല്ലാം മാറ്റിവെച്ച് കർത്താവിനെ പ്രതി, അവൻ്റെ വചനത്തെ പ്രതി, നമ്മുടെ കുടുംബത്തെ പ്രതി, മക്കളെ പ്രതി, അവിടെയെല്ലാം അഭിഷേകം നിറയാൻ, അഭിഷേകമുള്ള മക്കളായി, കൃപയുള്ള കുടുംബമായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള തലമുറയായി, സമൂഹമായി, ജീവിതമായി നമ്മളൊക്കെ മാറ്റപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നൊരു ശുശ്രൂഷയാണ് പ്രയർ സ്റ്റോം. ഈ 3 ദിവസം നമ്മൾ ഒരുമിച്ച് കാണാനും, ഒന്നിച്ച് പ്രാർത്ഥിക്കാനും, ഒന്നിച്ച് വചനം ധ്യാനിക്കാനും, അങ്ങനെ ഒരേ കൃപയിൽ ഒരേ അഭിഷേകത്തിൽ നിറയുവാനും പരിശുദ്ധാത്മാവ് ഒരുക്കുന്നൊരു ശുശ്രൂഷയാണ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ കുടുംബമായി വരിക, നിങ്ങൾ മക്കളെ പ്രാർത്ഥിച്ചൊരുക്കി കൊണ്ടുവരിക, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കടന്നു വരിക. നിങ്ങൾ സമർപ്പിത ജീവിതത്തിന് ഒരു പുത്തൻ കൃപയുടെ ഉണർവ് പരിശുദ്ധാത്മാവ് നൽകും. എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി സമ്പൂർണ്ണ ബൈബിളൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഈ പ്രയർ സ്റ്റോമിന് വരണം. കുടുംബമായിട്ട് വരിക. എന്തൊക്കെ ജോലികളും തിരക്കുകളും ഒക്കെയുണ്ട്, അതെല്ലാം മാറ്റിവെച്ച് കർത്താവിനെ പ്രതി, അവൻ്റെ വചനത്തെ പ്രതി കടന്നു വരാനായിട്ട് ശ്രദ്ധിക്കണമേ. അവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ സീറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം. നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക. കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ കുടുംബത്തിലൊരു അഭിഷേകം നിറയണം. കാരണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ നൽകിയ ഒരു ശുശ്രൂഷയാണ്. ഇതിൻ്റെ പേരും ആത്മാവ് തന്നതാണ്. പ്രാർത്ഥനയുടെ ആത്മാവിലേക്ക് എൻ്റെ ജനത്തെ നയിക്കുക എന്ന് പരിശുദ്ധാത്മ പറയുന്നൊരു സ്വരം കേട്ടു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളൊരു സമൂഹത്തെ കർത്താവിനും സഭയ്ക്കുമായി രൂപപ്പെടുത്തുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലുള്ള ദൈവ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ടീം ഷെക്കേൻ ഒരുക്കുന്നത്. ആ ചാൻസ്, അവസരം ആരും നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവ് തരുന്ന ഈ നല്ല ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. സീറ്റുകൾ ബുക്ക് ചെയ്ത് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങുക. അനേകരോട് പങ്കുവയ്ക്കുക. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഇന്നു മുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങുക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.